40 രൂപയ്ക്ക് ചിക്കൻ ബിരിയാണിയോ? എങ്കിൽ പിന്നെ അതിൻ്റെ കുട്ടൻസ് ഒന്ന് അറിഞ്ഞിരിക്കണം. വാതൊക്കെ തന്നെ ഒരുപാട് വിറക് കിടപ്പുണ്ട്. അപ്പോൾ വിറകടുപ്പാണ് രുചി കൂടും. ഇപ്പോൾ ഈ ഹോട്ടലിൻ്റെ പ്രത്യേകത ബീഫാണ് ഇവിടുത്തെ മെയിൻ. അതേപോലെ മട്ടനുണ്ട്, ചിക്കൻ ബിരിയാണി, ചിക്കൻ്റെ വിവിധ വെറൈറ്റി ഫ്രൈ അടക്കം എല്ലാം റേറ്റ് വളരെ ചീപ്പാണ്. 50, 40, 25, 70 ഇതൊക്കെയാണ് റേഞ്ച്. പക്ഷേ എൻ്റെ ബലമായ സംശയം ഈ ബിരിയാണിക്കാണെങ്കിൽ പോലും ബിരിയാണി അരിക്കൊക്കെ എന്നാ വിലയാണ്. ഇത് നമ്മുടെ നാട്ടിലെ പോലെ ഒന്നുമല്ല. ഇവിടുത്തെ അരിക്കൊക്കെ ഉണ്ടല്ലോ മിനിമം 55-60 രൂപയാണ് നോർമൽ അരിക്ക് വില. അപ്പം ബസുമതി അരിക്കും ബിരിയാണി അരിക്കൊക്കെ എന്നാ വിലയായിരിക്കും ചിന്തിച്ചു നോക്കി. എങ്കിൽ പിന്നെ ഒന്നും നോക്കിയില്ല, മട്ടനും റൊട്ടിയും തന്നെ അങ്ങ് കയറി പിടിച്ചു. അപ്പം മട്ടനും റൊട്ടിയും നമ്മൾ ഓർഡർ ചെയ്തപ്പോൾ തന്നെ ഈ മട്ടനൊക്കെ ഉണ്ടല്ലോ ഒരുപാട് വലിയ പീസാണ്. സാധനമൊക്കെ ഉണ്ടല്ലോ 2 പീസാണ്, 2-3 പീസ് കിട്ടും. അത് നല്ല ഒന്നാം തരം പീസ് 50 രൂപയേ ഉള്ളെന്ന്. അതേപോലെ തന്നെ ഈ റുമാൽ റൊട്ടിയൊക്കെ ഉണ്ടല്ലോ, റുമാൽ റൊട്ടിയുടെ ഒരു റൊട്ടിയൊക്കെ കഴിച്ചാൽ മതി, നല്ല സൈസുള്ള സാധനമാണ്. ഇതാണ് മട്ടൻ കറി. 50 രൂപയ്ക്കുള്ള 3 പീസോളം ഉണ്ട്. ഇനി റുമാൽ റൊട്ടി സൈസ് നമുക്ക് നോക്കാം. ഇത് ശരിക്കും 2 വലിയ പ്ലേറ്റിൻ്റെ അത്ര സൈസുണ്ട്. നമുക്ക് നിവർത്താൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ചുരുട്ടി വെച്ച് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ റൊട്ടിയും മട്ടനും എന്ന് പറയുന്നത് 2 റുമാൽ റൊട്ടിയും മട്ടൻ കറിയും. അപ്പോൾ അതൊക്കെ 1 ലാഭം. എന്നാൽ പിന്നെ നമുക്ക് ബീഫ് ബിരിയാണി നോക്കാം. ഇനി എങ്ങനെയാണ് ബീഫ് ബിരിയാണി വെറും 40 രൂപയുള്ളെന്ന്. ബീഫ് ബിരിയാണിക്കകത്തുള്ളത് 2 പീസ് അത്യാവശ്യം വലിപ്പമുള്ള 2 പീസുണ്ട്. നല്ല അടിപൊളി ബിരിയാണി അരി 40 രൂപ. ഇനി ഇത് നമുക്ക് നോക്കാം. ഇതാണ് താരി, മഞ്ഞച്ചോറ് ബിരിയാണി എന്നൊക്കെ പറയാം. അതും 2-3 പീസും കിട്ടും. ഇതാണ് താരി എന്ന് പറയുന്ന ഒരു ഫുഡ് വിഭവം. അതും ഒന്നാന്തരം പീസും നല്ല യമ്മി ആയിട്ടുള്ള ബീഫ് പീസസാണ്. അപ്പോൾ ഇതാണ് താരി. ഇതിൻ്റെ റേറ്റ് കേട്ടാൽ ഞങ്ങൾ ഞെട്ടിപ്പോവും. 35 രൂപ. അപ്പോൾ 35 രൂപയുടെ ഫുഡ് നമുക്കൊന്ന് കണ്ടു നോക്കാം. അത്യാവശ്യം വയറ് നിറയും, വിശപ്പകറ്റാം. നമ്മൾ എല്ലാം ഒന്ന് ട്രൈ ചെയ്യണമല്ലോ. നോക്ക്, 2 ബീഫിൻ്റെ പീസ്, അത്യാവശ്യം വലിപ്പമുള്ള ബീഫിൻ്റെ പീസാണ്. അത് ഒന്നുകൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഫുഡൊക്കെ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ഇതാണ് അത്യാവശ്യം വലിപ്പമുള്ള പീസ്, കണ്ടോ? നല്ല യമ്മി ആയിട്ടുള്ള പീസ്. ഇതൊക്കെ എങ്ങനെ മുതലാവും എന്നാണ് എൻ്റെ ബലമായ സംശയം. ഇതുപോലുള്ള സമ്പ്രദായങ്ങളും രീതികളും നമ്മുടെ നാട്ടിലും വേണമെന്നേ. നമ്മളാണല്ലോ ബീഫ് പ്രാന്തന്മാർ. ഇത് സ്ഥലം തെലുങ്കാനയാണ്. തെലുങ്കാനയിലെ ആദിലാബാദ് ഡിസ്ട്രിക്റ്റിലെ ഒരു സാദാ ഹോട്ടൽ. ആ ഹോട്ടലിലെ ചില കാഴ്ചകളും വ്യത്യസ്തമായ രുചിഭേദങ്ങളുമാണ് നിങ്ങളെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തിയത്. എന്നാൽ ഒരു വീഡിയോ അങ്ങ് എടുത്തേക്കാം എന്ന് കരുതിയത് വേറൊന്നും കൊണ്ടല്ല, ഇതിൻ്റെ എൻട്രൻസിൽ വെച്ച ആ ബോർഡ് തന്നെയാണ്. വളരെ കൗതുകം തോന്നി. 35-40 രൂപയ്ക്ക് ആവശ്യത്തിലേറെ ഫുഡ്. അത്യാവശ്യം ഒരു നേരത്തെ ഫുഡ് വിശപ്പകറ്റാം. രുചിയിലും ക്വാണ്ടിറ്റിയിലും യാതൊരു മായവും ഇല്ല കേട്ടോ. അന്യായ ടേസ്റ്റ്. ബിരിയാണിയൊക്കെ ഉണ്ടല്ലോ വേറെ ലെവല്. ഈ ബിരിയാണിക്കൊക്കെ 40 രൂപയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൽക്കാലം ഡെയിലി ഓഫീസിൽ പോയി വരുന്നവർക്കൊക്കെ ഉണ്ടല്ലോ ഉച്ച സമയത്ത് ഇവിടുന്ന് ഡയറക്റ്റ് വന്ന് കഴിക്കാം. നമ്മൾ മലയാളികളല്ലേ, നമ്മൾ വിടുമോ ഇങ്ങനെയുള്ള ഫുഡ് സ്പോട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ? എവിടെ ഒന്നും നോക്കിയില്ല. മട്ടനും റൊട്ടിയും, ബീഫ് ബിരിയാണി, ചിക്കൻ ബിരിയാണി എല്ലാം ട്രൈ ചെയ്തു. എല്ലാത്തിനും അതിൻ്റേതായ ഒരു തനിമയും ടേസ്റ്റും എല്ലാം വെറൈറ്റി പ്രത്യേകതയൊക്കെ ഉണ്ട് കേട്ടോ. मटन 7 रोटी बंद।